അപ്പൊ ഞാനൊരു സാധനം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാരങ്ങയ്ക്ക് ഇവിടെ മലാവിൽ നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മലാവിയിൽ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. കുറച്ച് 2-4 ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ്. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് മാത്രം ചെറിയൊരു ചൂട് കിട്ടുന്നുണ്ട് വെയിലിൻ്റെ. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാമല്ലോ. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. കുറേ ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് വിത്തുകളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. തങ്കുമണി രാവിലെ ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദമാല കുക്കിങ്ങിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ സ്ലൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. പൂരിക്കുള്ളതൊക്കെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കണം. പൂരിയും കിഴങ്ങാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കുമ്പളം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വിഷുവിന് മുറിച്ച കുമ്പളത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് തന്നെ ആയിരിക്കും. നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെയും കാലാവസ്ഥേൻ്റെ സമയങ്ങൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് കട്ടാക്കിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ നാരങ്ങ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിയ നാരങ്ങയാണ്. ഇവിടെ ഒരാൾ കൊണ്ട് തന്നതാണ് കേട്ടോ നാരങ്ങ. കാരണം ഇപ്പോൾ നാരങ്ങേൻ്റെ സീസണാണ്. നമ്മുടെ ഈ നാരങ്ങയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടാകും ഈ നാരങ്ങ. പക്ഷെ ഇതിന്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നോർമൽ നാരങ്ങയല്ല, കണ്ടാലൊരു ഓറഞ്ചിനെക്കാട്ടിലും വലുപ്പമുള്ള നാരങ്ങയാണ്. ഇത് ഓറഞ്ച് അല്ല കേട്ടോ, നാരങ്ങ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. പക്ഷേ ഈ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാരങ്ങയ്ക്ക് ഇവിടെ മലാവിൽ തീരെ പ്രൈസ് ഇല്ല കേട്ടോ. അപ്പോൾ ആൾക്കാർ പറിച്ചു കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റിട്ടുണ്ടെങ്കിലും ഇതിനങ്ങനെ പ്രൈസ് കിട്ടാറില്ല, കുറവാണ്. കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ഇത്. സുലഭമായതുകൊണ്ട് തന്നെ ഈ നാരങ്ങയ്ക്ക് വലിയ പ്രൈസ് ഇല്ല. ഒരു ഇത്രയും വലിയൊരു നാരങ്ങയ്ക്ക് 50 കോച്ച. 50 കോച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 2.5-3 രൂപ അത്രയൊക്കെ വില ഇതിന് വരുള്ളൂ. 3 രൂപയൊന്നും ഉണ്ടാവില്ല, 2-2.5 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ കോച്ച ഡിവാഷനും കൂടി ആയതുകൊണ്ട് അത്രയും വില പോലും കിട്ടത്തില്ല. അപ്പം ഇത് ഇവിടുത്തെ ഒരു തരം നാരങ്ങയാണ്. ഇതിപ്പോൾ ആ ഒരു ചേട്ടൻ കൊണ്ട് തന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഞാൻ. അപ്പം ഞാനൊരു സാധനം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത വിത്താണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയ വിത്താണ്. ഓരോ പാക്കറ്റ് വിത്തിന് 30 രൂപ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ മേടിച്ച സാധനം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഹൈബ്രിഡ് വിത്താണ്. കാരണം നമുക്കിവിടെ പച്ചക്കറി കുറവാണെന്ന് പറഞ്ഞില്ല. ഈ തോരൻ വെക്കുന്ന പയറും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. വാങ്ങണമെങ്കിൽ തന്നെ നമ്മൾ ലിലോങ് പോകണം. അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെന്നും വെക്കുന്നതാണല്ലോ തോരനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോകും എത്ര വാങ്ങിയിട്ടുണ്ടെങ്കിലും. അപ്പം നമ്മളിത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. യൂട്യൂബ് ചാനലിൻ്റെ പേര് മൈ എയിം കൃഷി എന്നറിയുന്ന യൂട്യൂബ് ചാനലാണ്. മൈ എയിം കൃഷി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനായിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് നട്ട് നോക്കിയിട്ട് ബാക്കി എൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയാം. എന്തായാലും ഞാൻ അവിടുന്ന് കുറച്ച് വിത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെയൊക്കെ വിത്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല പാക്കിങ്ങിലൊക്കെയാണ് സാധനം വന്നിട്ടുള്ളത്. ഇത്രയധികം വിത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെ വിത്തുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ചീരേൻ്റെ വിത്താണ്. ഈ ഓരോ വിത്തിൻ്റെ പേരിലും പുറത്തും പേര് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് പാൽച്ചീര, അതായത് തണ്ട് വെള്ള കളറും ഇല പച്ച കളറും ആയിട്ടുള്ള ചീര ഉണ്ടല്ലോ, അതിൻ്റെ വിത്താണ്. അതേപോലെ തന്നെ വേറൊരു ചീരയുണ്ട്, സുന്ദരിച്ചീര എന്ന് പറയുന്ന ഒരു ചീരയുണ്ട്, അതിൻ്റെ വിത്താണിത്. പിന്നെ ഇത് കൊത്തമരയുടെ വിത്താണ്. ഇത് പൊട്ടുവെള്ളരി, നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ പൊട്ടുവെള്ളരീൻ്റെത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പം അതിൻ്റെ വിത്ത് വാങ്ങിയതാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ചതുരപ്പയറിൻ്റെ വിത്തുണ്ട്. പിന്നെ ഇതെന്താ, ഇത് ടൊമാറ്റോൻ്റെ വിത്താണ്, അതായത് നോർമലായിട്ടുള്ള ടൊമാറ്റോൻ്റെ വിത്താണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതെന്തോ ഒരു പയറാണ്, പയറിൻ്റെ വിത്താണ്. ഇതൊക്കെ പയറാണ് കേട്ടോ. കുറേ തരം റോക്കറ്റ് പയർ, അങ്ങനത്തെ ഓരോരോ തരം ബീൻസ് ഉണ്ടോ, ഓരോരോ തരം റെഡ് കളറിലുള്ള പയറിൻ്റെ വിത്താണ് ഇത്. അങ്ങനെ ഓരോ തരം പയറിൻ്റെ വിത്ത്. പിന്നെ ഇത് നല്ലത് സ്വീറ്റ് കോണാണ് കേട്ടോ. നമ്മുടെ മലാവിയിൽ സ്വീറ്റ് കോൺ വളരെ കുറവാണ് കാണാൻ. ഇവിടെ വെള്ള കളറിലുള്ള കോണാണുള്ളത്, മഞ്ഞ കളറിലുള്ളതും കുറവാണ്.
പിന്നെ സ്വീറ്റ് കോൺ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ വിത്ത് വാങ്ങിയതാണ്. ഇത് ഇവിടെ നട്ടിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് വിത്ത് ഉണ്ടാക്കിയെടുക്കണം ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ. അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് കോണിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് അമരപ്പയറിൻ്റെ വിത്ത്. അതുപോലെ ചതുരപ്പയറിൻ്റെ ഒക്കെ വിത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് റോക്കറ്റ് പയറാണ് കേട്ടോ, റോക്കറ്റ് പയർ. ഇത് സുമന്ത് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ തക്കാളി വിത്താണ്, മുളകിൻ്റെ വിത്ത്, സിറ എന്ന് പറയുന്ന മുളകിൻ്റെ വിത്ത്. പിന്നെ ഇതൊക്കെ പയറാണ്, പയർ ഐറ്റംസാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. ഇത് പിന്നെ ആ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന കുറച്ച് വിത്തുകളാണ്. ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ വളരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഈ വലിയ വിത്ത് എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഇത്രയാണ് നമ്മൾ മേടിച്ചിട്ടുള്ള വിത്തുകൾ. ഇതിൽ കൂടുതലും പയറാണ്. പയർ, ബീൻസ്, കുറ്റി ബീൻസ് ഇല്ലേ, കുറ്റിയിൽ ഇങ്ങനെ അധികം പടരാതെയുള്ള കുറ്റി ബീൻസും, ബാക്കി കുറേ ഞാൻ പലതരം പയറിൻ്റെ വിത്തുകളാണ് മേടിച്ചിട്ടുള്ളത്. പയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ പറഞ്ഞില്ല, തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ചതുരപ്പയറൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, ചതുരപ്പയർ. പിന്നെ ചീര, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി നട്ടിട്ട് നമുക്ക് കാണാം, ഇതൊക്കെ ഇവിടെ പിടിക്കുമോ അല്ലെങ്കിൽ എത്രത്തോളം ഈ വിത്തിനൊക്കെ ഗുണമേന്മ ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതൊരിക്കലും പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ വാങ്ങിയ സാധനങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുണ്ട്, നമുക്ക് കുറേ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. മലാവേരി ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് നെല്ലിക്ക കാണുന്നതും കിട്ടുന്നതും ഒക്കെ. അപ്പം ഈ നെല്ലിക്കയും കൊണ്ട് അച്ചാറിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അച്ചാറ് റെസിപ്പി, നല്ല റെസിപ്പീസ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണേ. എന്നാൽ പിന്നെ നമുക്ക് അതുപോലെ ഒന്ന് നെല്ലിക്ക അച്ചാറിട്ട് നോക്കാം. അപ്പം കുറേ നെല്ലിക്ക, നാരങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നെല്ലിക്കയും നാരങ്ങയും വിത്തുകളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൂരി, നന്നായിട്ട് പൊന്തി വന്ന നല്ല പൂരി, അതേപോലെ തന്നെ കിഴങ്ങ് ഭാജിയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പൂരിയും കിഴങ്ങ് ഭാജിയും എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് ഈ പൂരിയും കിഴങ്ങ് കറീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കിഴങ്ങ് കറിയാണ്. കിഴങ്ങിൻ്റെ കൂടെ ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞേട്ടൻ ചായ അടിക്കാൻ വന്നു. എങ്ങനെയുണ്ടായിരുന്നു പൂരി? അടിപൊളി പൂരിയാ. പൂരി കിഴങ്ങ് ഭാജി നമ്മൾ ചായ ഇല്ല, ചായക്ക് വരും വെള്ളമാണ്. ചായ ഞങ്ങൾ നിർത്തി, ചായ ഞങ്ങൾ പൂർണ്ണമായും നിർത്തി. ചായയും പഞ്ചസാരയും അല്ലേ? ചായയും പഞ്ചസാരയൊക്കെ ശരീരത്തിന് അത്ര നല്ലതല്ല. പഞ്ചസാര, നല്ല വെള്ളം കുടിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പഠിച്ചു. ചൂട് വെള്ളമാണ്, അങ്ങനത്തെ ചൂടല്ല, കുടിക്കാൻ പാകത്തുള്ള ചൂടാണ്. ഞാനൂടെ കഴിക്കാൻ തുടങ്ങട്ടെ അല്ലേ? അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ നല്ല അടിപൊളി മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ജോഹന്നാസാണ്. ജോഹന്നാസ് നമ്മുടെ കോമ്പൗണ്ടിലുള്ള വേറൊരു കുക്കാണ്. അപ്പോൾ ജോഹന്നാസ് അത്യാവശ്യം കുറേ വർഷമായിട്ട് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഈ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ജോഹന്നാസ് ഉണ്ടാക്കിയ ഫുഡ് അടിപൊളി മട്ടൻ കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് മട്ടൻ കറി. അപ്പം നമുക്ക് ജോഹന്നാസിൻ്റെ മട്ടൻ കറി എങ്ങനെയാണെന്ന് കാണാം അല്ലേ? ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പല കറികളും നല്ല ടേസ്റ്റുള്ള, നമ്മുടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മട്ടൻ കറി നമുക്ക് ജോഹന്നാസിനെ കൊണ്ട് വെപ്പിക്കാമെന്ന്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് മട്ടൻ കറി വെക്കണം എന്ന് വിചാരിച്ച ആൾക്കാരല്ല, ശരിക്കും ചിക്കൻ കറി വെക്കണം എന്ന് വിചാരിച്ച ആൾക്കാരാണ്. കാരണം ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടപ്പോൾ നമ്മുടെ ചിക്കന് പകരം ചിക്കൻ വാങ്ങാൻ പറഞ്ഞു വിട്ട ഡ്രൈവർ ചിക്കന് പകരം മട്ടനാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ജോഹന്നാസിനെ കൊണ്ട് ഇന്ന് മട്ടൻ കറി വെപ്പിക്കാമെന്ന്. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്ത് അതിലേക്ക് മസാലകൾ ചേർക്കുകയാണ്. കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. മട്ടൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു കുക്കറിലിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒക്കെ നമ്മുടെ ആവശ്യാനുസരണത്തിനാണ് ഇടുന്നത്. എത്ര ക്വാണ്ടിറ്റി മട്ടനാണോ നമ്മൾ എടുക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി
അത്രയും ക്വാണ്ടിറ്റിക്കുള്ള മസാലകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് പച്ചമുളക് നടുവേ കീറിയിട്ട് അതിലേക്ക് ഇടുക. അതുപോലെ തന്നെ നാരങ്ങേൻ്റെ പകുതിയാണ് എടുക്കുന്നത്. നാരങ്ങേൻ്റെ പകുതി ജ്യൂസ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വയ്ക്കുക. ആ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ജോർനസ് അവിടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ഒരു 5-6 ഒരു 3-4 വലിയ ഉള്ളി, പിന്നെ 2 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ തക്കാളി ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി, അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് എടുക്കുന്നുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. തക്കാളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ. അപ്പോൾ നമ്മുടെ തമാല എവിടെയും പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോ ആദ്യം മുതൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തമാല എവിടെ പോയി വേറെ കുക്ക് വന്നതൊക്കെ. തമാല എവിടെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. തമാല ഇതൊക്കെ കണ്ട് പഠിക്കണം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ജോഹന്നാസ് മട്ടൻ വേവിക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുന്നത്, അതായത് ഇച്ചിരി നേരം വേവാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇടുന്നതാണ് കേട്ടോ ഞാൻ കണ്ടത്. എനിക്ക് ശരിക്കും മട്ടൻ്റെ റെസിപ്പി അത്ര അറിയാത്തതുകൊണ്ടായിരിക്കും ഇതിൽ അവൻ കടുക് ഇട്ടിട്ടുണ്ട്. ശരിയായിരിക്കും അല്ലേ? എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കാനെന്ന് അറിയില്ല. പിന്നെ ഓരോ റെസിപ്പീസും ഓരോ സ്റ്റൈലിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരും. അപ്പം കടുകിടാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് കടുക് ഇട്ട് ഉണ്ടാക്കി നോക്കും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം കാണും. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് എന്തായിട്ടത് നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ, പിന്നെ ഏലക്ക അതൊക്കെ ഇട്ടു. അതിന് ശേഷം ഉള്ളി അരിഞ്ഞതും പച്ചമുളകും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരുപാട് പേസ്റ്റൊന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിന് ഇച്ചിരി പേസ്റ്റ് ഇട്ടുള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ചേർത്ത ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. തക്കാളി വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയാണ് ആദ്യം ചേർത്തത്, പിന്നെ എന്തെല്ലാം ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തമാലയും ഇവിടെ കൂടെ സഹായത്തിനുണ്ട് കേട്ടോ, എല്ലാം കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താൽ നമ്മുടെ മട്ടൻ കറി റെഡി ആകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ വരാം.